പിന്നെ ഞാൻ ഉന്മേഷ് യഥാർത്ഥത്തിൽ ഒരുപാട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്ന ആളാണല്ലോ ഉന്മേഷ്. അപ്പോൾ ഈ ഗസയിൽ നടക്കുന്ന യുദ്ധവും അതുപോലെ യുക്രൈനിൽ നടക്കുന്ന യുദ്ധവും ഒക്കെ ശബ്ദത്തിലൂടെ നാട്ടുകാരെ അറിയിക്കുന്ന സമയത്ത് ഉള്ളിലിരിക്കുന്ന ഡോക്ടർ ഉന്മേഷിൻ്റെ ഫീലിംഗ് എന്താണ്? അത് ഇപ്പോൾ ഈ ബൈജു ചേട്ടൻ തന്ന കുറച്ച് വോയിസ് ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു തകർച്ചയുടെ കുറച്ച് സാധനങ്ങൾ വിശദമായിട്ട് എഴുതുന്ന വോയിസ് ഓവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കുമ്പോൾ ആ ഫീല് നമുക്ക് ഉള്ളിലേക്ക് ശരിക്കും വന്നു. ആ സ്ക്രിപ്റ്റ് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു, നമ്മുടെ മെറിൻ എഴുതിയ സ്ക്രിപ്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എന്ന് വെച്ചാൽ ചേട്ടൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, മെറിൻ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു, മെറിൻ മേരി ചാക്കോ. അപ്പോൾ അത് ഭയങ്കര നല്ല ഒരു ഇന്റർനാഷണൽ പുലിയാ അല്ലേ? അതെ അതെ അതെ. ഒരിക്കലും ഇല്ല, അതില്ല. അതെ അതെ അതെ, ഇത് വേറെ രീതിയിൽ പോകുന്നൊരു പുലിയാണ്. അപ്പോൾ ഭയങ്കര രസമുള്ള വോയിസ് ഓവർ ആയിരുന്നു. അത് ആ നിലയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഒരു അനുഭവമായിരുന്നു ശരിക്കും. അപ്പോൾ ഈ നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ചത്തെ പുലി ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം ഈ പുലി ഇത്തിരി സീരിയസ് കൂടിയോ? ഇല്ലല്ലോ. സീരിയസ്നെസ് കുറഞ്ഞിട്ടുമില്ല, കൂടിയിട്ടുമില്ല. അതെവിടെയാണ് നിൽക്കുന്നത്? അതെ, എന്താണെന്നറിയാമല്ലോ, അവസാനം അങ്ങനെ ആയി പോകും. റീജിത്തിന് പ്രജിന്റെ പാട്ടിങ്ങനെ ആസ്വദിച്ച് മതിമറന്ന് നിൽക്കുന്ന ഒരു ദൃശ്യം പ്രേക്ഷകർ ഇപ്പൊ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. അപ്പൊ എന്തായിരുന്നു പ്രജിൻ ആലോചിച്ച? പ്രജിൻ അറിഞ്ഞില്ല. ഞാൻ കണ്ടു, നോക്കി ചിരിക്കുകയും ചെയ്തു. നമ്മൾ ഈ നാട്ടുമ്പുറത്തൊക്കെ പറയും വായും പളന്ന് നിൽക്കാന്ന് പറയും. ഞാൻ ആ പാട്ട് ആസ്വദിച്ച് നേട്ടം മുകളിലോട്ട്. ഇതാണ് അധ്യാത്മ വിദ്യാലയം. പ്രജിന്റെ പാട്ട് സാധാരണ ആസ്വദിക്കുന്ന ആളാണോ പൊതുവെ? റിജിന്റെ പാട്ടിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എങ്ങനെയാ? സംഗീതമേ ജീവിതമാണോ? നമ്മൾ നല്ല പാട്ടുകളൊക്കെ ആസ്വദിക്കുന്നു, പ്രജിന്റെ ഒക്കെ പാട്ട് ആസ്വദിച്ച് ജീവിക്കുന്നു. അപ്പോൾ എനിക്കൊന്ന് ഒരു രീതി ഭാഗ്യമാണ്. പുള്ളിയുടെ സംഗീതം എന്ന് പറഞ്ഞാൽ പ്രജിനിൽ തുടങ്ങുന്നു, പ്രജിനിൽ ഒടുങ്ങുന്നു. അങ്ങനെ പ്രജിൻ നമ്മുടെ ഓഫീസിലെ ഗംഭീര പാട്ടുകാരനാണ്. ഓഫീസിലേന്നല്ല, എനിക്ക് പരിചയമുള്ള ആളുകളിലൊക്കെ അതിഗംഭീരമായി പാടുന്ന ആളാണ്. അപ്പൊ നമുക്ക് എവിടെങ്കിലും പ്രജിനെ കൂലിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെ പോയാലും പ്രജിൻ സാർ എന്നാണ് വിളിക്കുക. പ്രജിൻ സാർ അതിനെന്തൊരു കഥയുണ്ട്. പ്രജിൻ സാർ എന്ന് വിളിക്കുന്ന ഒരു കഥ നമ്മളിടയ്ക്ക് പറയാൻ പറ്റുന്നതാണോ? പറയാൻ കൊള്ളാന്നാണോ? അല്ല, അതിൽ അങ്ങനെ ഒരു കഥയല്ല. അത് ചില ഇടയ്ക്ക് നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഉന്മേഷ് സാറേ അങ്ങനെ പറയുന്നതിന്റെ കൂടി പോലീസുകാരും സാറേ എന്ന് വിളിക്കും. അത് എനിക്ക് തോന്നുന്ന പ്രജിൻ അതെന്തായാലും നല്ല അർത്ഥത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അല്ല, അത് സാറേ എന്ന് വിളിക്കുന്ന ഒരു ടോണിൽ തന്നെ വിളിക്കുന്നു. ഇതുവരെ ആ ടോൺ മാറിയിട്ടില്ല. ആഷ്മി ഇങ്ങനെ വേറെ കാര്യം കൂടെ, ഞാനും പ്രജിൻ സാർ തമ്മിൽ അത്യാവശ്യം വയസ്സ് വ്യത്യാസമുണ്ട്. അല്ല, അതിലെനിക്കാണോ കൂടുതലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സാർ. അതിലെനിക്കാണോ കൂടുതലെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, അത് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. വിജയ് ഇങ്ങനെ പറയാറുണ്ട്, എന്നെക്കാളും മൂത്തതാ ഞാനെന്ന്. അപ്പൊ ആദ്യം എനിക്കത് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു റീജിത്തിനേക്കാൾ കാൽപ്പനിക ഭാവം കൂടുതലുണ്ട് പ്രജിന്. അത് കണ്ടുപിടിച്ച പിപിക്ക് കുറവല്ല. ഹൈലി റൊമാൻറ്റിക്, മാത്രമല്ല ഒരു ടെറിഫിക് ഇൻക്രീസ് ഈ കാര്യത്തിലുണ്ടായി. അല്ല, റൊമാൻറ്റിസം എന്ന് പറയുന്നത് ഈ മനുഷ്യര് മാത്രമല്ല, പ്രകൃതിയോട്, ജീവജാലങ്ങളോട് മാത്രമല്ല. അദ്ദേഹത്തിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലേ, അന്തർദേശീയ വാർത്തകളെ കാൽപ്പനയത്തെ കൊണ്ട് പൊതിയാം എന്ന് കണ്ടുപിടിച്ച ഒരു അപൂർവ ജീവിതം. അല്ല, അതിൽ എനിക്കൊരു അഭിപ്രായം ഉള്ളതേ, ആ മ്യൂസിയത്തിൽ കൂടെയുള്ള നടപ്പാണെന്ന് തോന്നുന്നു പുള്ളി എങ്ങനെ. പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം മ്യൂസിയത്തിലൂടെ ഒരു ദുർനടപ്പ് സംഘത്തിലെ ഒരു സജീവ കക്ഷി അതിലൊരാൾ ഞാനാണ്. അപ്പൊ ഈ നമ്മുടെ ബൈജു കൊട്ടാരക്കരെ രാത്രി 1:30 പുള്ളി അവിടെ സപ്രോഷനുള്ള സമയത്ത് 1:30 ഹാഷ്മി ആകെ പേടിച്ച്, ഹാഷ്മി എടാ ഞാൻ അപ്പുറത്ത് ബോംബ് കൊണ്ടോ, അപ്പുറത്തെ ഹോട്ടലിൽ ബോംബ് കൊണ്ടു മോനെ, ഞാൻ എന്ത് ആ പേടിച്ചിട്ടേ പുള്ളി വിചാരിക്കുന്നത് ഞാൻ പിടിച്ചു കാര്യം അവിടെ ബോംബ് കൊണ്ടു. ആ പുള്ളി ശരിക്കും പേടിച്ച് എനിക്ക് ആരോടും മിണ്ടാൻ തോന്നി, അതുകൊണ്ട് വിളിച്ചാന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെ, മാത്രമല്ല പുള്ളി വിചാരിച്ച് ചെറിയ എന്തോ കാര്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അപ്പുറത്ത് മിസൈൽ അറ്റാക്കാണ്, ബോംബ് വീണ. ഓടിപ്പോയിട്ട് ഏതോ ബങ്കറിലൊക്കെ മൂന്ന് കുത്തി വീണ് എന്തായാലും പുള്ളി ജീവനോട് തിരിച്ചു വന്നു. അല്ലെ, ബൈജു വിചാരിച്ചതേ സിനിമയിലൊക്കെ ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ് അവിടെ പോവാന്ന് വിചാരിച്ചത്. കാര്യം വ്യത്യാസമാണ്. അല്ല, മാത്രമല്ല മിസൈൽ ഇങ്ങോട്ട് ബൈജു കൊട്ടാരക്കാണ്, ഞാൻ ഈ വഴിക്കാൻ എന്ന് വിചാരിച്ച